ഈ അഡ്വക്കറ്റ് പറയുന്നത് കേട്ടില്ലേ? ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കെതിരെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ ഭാഷയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇന്ത്യ എന്ന ഈ കപ്പൽ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ഇവരെ പോലുള്ള ആളുകൾ അനുവദിക്കില്ല. കാരണം ഇവരിതിനെല്ലാം തടസ്സം നിൽക്കും. കാരണം ഇന്ത്യ എന്ന ഈ വലിയ രാജ്യം, അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഈ രാജ്യം ഇന്ന് ഒരുപാട് ഭാഷകളും അനേകം മതങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു വിവേചനമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് ഒരു അത്ഭുതം തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും അത് നോക്കി കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഈ ബഹുസ്വരത, ഇന്ത്യയുടെ ഭരണഘടന, ഇതെല്ലാം വളരെ വ്യത്യസ്തവും അതുമാത്രമല്ല വളരെ മൂല്യം ഉള്ളതുമാണ്. എല്ലാ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജനാധിപത്യ രീതിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. ഇതിനെ പൊളിക്കാൻ നോക്കുന്ന ഇവർ ഒരു പാകിസ്ഥാനും ഒരു ബംഗ്ലാദേശും പോലെ നമ്മുടെ രാജ്യത്തെ ആക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. കാരണം ഒരൊറ്റ ജാതി മതി, അല്ല ഒറ്റ മതം മതി, ബാക്കി എല്ലാവരും ആ മതത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പഴയ കാലം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. കാരണം സവർണ മേധാവിത്വത്തിൻ്റെ അടിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, ഇന്നും ഉണ്ടല്ലോ അത്. ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ബ്രാഹ്മണന്മാർ ബീഹാറിലല്ലേ, ബ്രാഹ്മൺസ് ഒരു മദ്യം വിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ദളിതരായ ഒരു പയ്യൻ അതിനെ എതിർത്തു. അത് എതിർത്ത് കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ ഇതിൻ്റെ മേധാവിത്വത്തിൻ്റെ അണ്ടറിലിരിക്കുന്ന ആ പഞ്ചായത്ത് ആ പയ്യന് 5000 രൂപയും അതുപോലെ ആ ബ്രാഹ്മണന്മാരുടെ സവർണരുടെ കാല് കഴുകി വെള്ളം കുടിക്കേണ്ട അവസ്ഥയും ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനം ഉണ്ടായ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? പഴയ കാലഘട്ടത്തിലേക്ക് പോകും. ശൂദ്രർ വേദം പഠിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടെത്തി അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞ സവർണ മേധാവിത്വത്തിൻ്റെ കീഴിൽ ഈ ഇന്ത്യ ഒരുപാട് നരകിച്ച് ജീവിച്ചിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഒരുപാട് നരകിച്ച് ജീവിച്ചിട്ടുണ്ട്. അതിന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും അതിലേക്ക് മടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ ഇവരെല്ലാം. നമുക്കറിയാം, ഒറ്റ മതമല്ല, പല മതങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ജീവിതമാണ് ആനന്ദം. അത് മനസ്സിലാക്കി കൊടുക്കാതെ ഇവർ തിരിച്ചു പറയുന്നു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.